ആനൂസിൻ്റെ ബർത്ത്ഡേ ആണ്. രാത്രി 12 എത്ര സമയത്ത് 12 കാലമായി. കാരണം നമ്മളിവിടെ വന്നിട്ട് ഒന്ന് ഇതാവേണ്ടതായി. നമ്മൾ 2 കേക്ക് വാങ്ങിയിട്ടുണ്ട്. ചെറിയ പരിപാടി. മറ്റേ പൊട്ട് ചാക്കര അറിയില്ല. ഞാനും അസിക്ക് എല്ലാവരും ഉണ്ട്. വെയിറ്റ് പുറത്തേക്ക് കേട്ടോ. 2 കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഞങ്ങൾക്കും ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും. പൊട്ടൂലേ ഒന്നേലും പൊട്ടണം. ഓക്കെ 2 മടാളുണ്ട്. മണൽ ചെയ്യും 2 കൊണ്ട് വെക്കോ. മറ്റേതാ പൊട്ടിക്കുക. സാധനം പൊട്ടിക്കണ്ടേ? ഒന്ന് ഈ പൊട്ടിക്ക്. അത് ഒന്നും എടുക്കണ്ട. ഒന്നല്ല കഴിച്ചു 2 കയ്യിൽ പൊട്ടിച്ചാൽ മതി. അനസി വീട്ടിലെടുക്കും. എന്തൊരു കുഴപ്പമില്ല. ഒന്ന് പൊട്ടിച്ചു നേരെ പൊട്ടിക്കണോ. ഇങ്ങനെ പൊട്ടിക്കുക. 2 കൈ വേണേ. ഞാൻ പൊട്ടിച്ചോണ്ട് കൈ കൊടുത്ത അസിക്ക പൊട്ടിക്കില്ലേ? ആടില്ല. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ലേ പൊട്ടിക്കുക? അല്ല ഇപ്പം പൊട്ടിക്കുക. പിന്നെ പൊട്ടിച്ചോളി. ഇതിപ്പോ എന്റെ പൊട്ടോ. ഈ കേക്ക് നിർത്തി നിങ്ങൾ വീഡിയോ കാണിക്കില്ല. ഇനി ഒന്നും മാറ്റി ആ കേക്ക് കൈ പിടിച്ചോട്ടോ. നിങ്ങളെന്താ മത്തി കൊണ്ടുപോകുന്നോ? ഈ വായിലൊന്ന് തുറക്കോ. എത്ര നേരം വിളിക്കും? എന്ത് ബിസി? ആ മറ്റേ വായിൽ തുറക്ക്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആ സാധനം കമ്മൈൻഡാ. ഇനി അത് പൊട്ടിക്കണ്ട. ഇനി പൊട്ടിക്കണ്ട. അഞ്ഞൂടെ പൊടിയാക്കണ്ട. പൊടിയാക്കണ്ട. പരിപാടി കഴിഞ്ഞു. ഞാൻ അവിടെ വെച്ചോ. അത് പറയണ്ടേ? ഞാൻ അവിടെ വെച്ചോ. ചേച്ചി ഒന്ന് വിളിച്ചോളർത്തി. ഞാൻ പിന്നെ കണ്ണി പിടിച്ചിരുന്നു. പിന്നെ ഏട്ടനെ വിളിച്ചു. പിന്നെ മക്കളെ ടൈമിങ് കഴിഞ്ഞിട്ടാണ് സാധനം പൊട്ടിച്ചിട്ടുണ്ട്. ഇയാള് പൊട്ടിക്കണ്ട പറഞ്ഞ കേട്ടില്ല ഇയാളെപ്പേക്ക്. നമ്മൾ 2 കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. ആ പക്ഷെ ഈ സാധനം ടൈമിന് പൊട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയാണ്? അതന്നല്ല എവിടെ ഞാൻ കണ്ടില്ല. സുന്ദരി രാത്രി 12 മണിക്ക് ഉറങ്ങണ്. എണീച്ചു വന്നാ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. സുന്ദരി സുന്ദരി കേക്ക് മുറിക്കണം. മുട്ടായി അച്ഛന്റെ കുട്ടി
നാളെ രാത്രി 2 പൂപ്പിറ്റ് വരണം കേട്ടോ. ആയിക്കോട്ടെ. മുറുക്കി മുറുക്കി ഇജ്ജ് കൂടെ നിൽക്ക്. ഒരുറക്കം ഇങ്ങനെ ചേട്ടൻ കൂടെ നിൽക്കട്ടെ. അത് ചേച്ചി വിളിച്ചോളൂ. ഇതൊന്നും അവർക്കുള്ളതാണേ. ഒരു പീസിലേക്ക് ടേസ്റ്റ് നോക്കട്ടെ എടി. പക്ഷെ അതാണ് നമ്മൾ ശരിക്കും വാങ്ങിയത്. ഏട്ടനോടുക്ക് അതൊന്നും നോക്കണ്ട. നമുക്ക് ഇതാ കത്തിക്കണ്ട. ഞാൻ വീട്ടിലിരിക്കരുത്. ഞാനത് തിന്നാൻ പാടില്ല. അതൊന്നും മുറുക്കി നന്ദനത്ത് പഠിച്ചാ അല്ല കവിത ഗോൾഡൊന്നും ഉണ്ട്. തുറക്കുമ്പോ പൊട്ടിട്ടോ. കയ്യൊന്ന് കഴുകിയ തുടക്കി എന്തെങ്കിലും ചെയ്യേ. നാക്കിക്കോ. ഞാൻ കാണിച്ചേർക്കല്ലേ 2.5 കിലോ പാർസലും 2.5 പോയിന്റ് പാർസലും. ഇതൊക്കെ ലൂസാവും എനിക്ക് തോന്നുന്നുണ്ട്. കാലത്രയ്ക്കൊന്നും എന്റെ കർമ്മ കൊള്ളൂ. നല്ല പറഞ്ഞു കൊടുത്തോ. നമ്മുടെ കുഞ്ചൂസ് അയച്ചോ. ഓക്കെ താങ്ക് യു സോ മച്ച്. അൺബോക്സ് ചെയ്തോളൂ. അതിന് മാത്രം കാണുന്നത് വെറുതെ പെട്ടെന്ന് തുറക്ക്. എന്താ നിൽക്കുന്ന അറിയില്ല. എനിക്ക് ഏകദേശം ഉണ്ട്. മുത്തു പോലത്തെ എന്തോ കിലിങ്ങുണ്ട്. റോട്ടി തീരള എടി മണ്ടാളൊന്നും എടുക്കാം. എളുപ്പാണി അച്ഛൻ പറഞ്ഞു. വിവരം പറഞ്ഞു കുട്ടികളെ ഇങ്ങോട്ട് കാണിക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഓ ഇതിനാണല്ലേ ചേച്ചിയോട് ഈ ടോപ്പ് ഇഷ്ടായോ ചോദിച്ചത്. അല്ല ചേച്ചിനോട് എന്നോട് എന്താ ചോദിച്ചേ ഈ ക്ലിപ്പ് നിനക്ക് വേണോ? അല്ല ചേച്ചി ഈ ക്ലിപ്പ് നിനക്ക് വേണോ ചോദിച്ചേ. അപ്പൊ പറഞ്ഞു വേണ്ട. ഈ ടോപ്പ് ഇഷ്ടമാണ്, ഈ ചെരുപ്പ് ഇഷ്ടായി, ഇഷ്ടായിന്ന് പറഞ്ഞേ. അതൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടായി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. ഫോട്ടോ ഏട്ട എപ്പോഴും ഏട്ട മക്കൾക്ക് മാത്രം കിൻഡർ ജോയ് വാങ്ങിട്ടിരും. അത് കണ്ട് വിഷമിച്ച് ചേച്ചിക്ക് കിൻഡർ ജോയ് വരച്ചിട്ടു. ശരിക്കും ഞാൻ ചേച്ചിനായിരുന്നു ശരിക്കും ഞാനല്ലേ ചേച്ചിനായിരുന്നു കല്യാണം വായിക്കേണ്ടത്. അടുത്ത ജന്മത്തിലാക്കാം. അടുത്ത ജന്മത്തിലാവാൻ. ഫോട്ടോ എടുത്തോ. തന്നെ പറയട്ടെ, നല്ല പിടുത്തം വിട്ട മഴയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇരുന്നിട്ട് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് അതാണ് സംസാരിക്കുന്നത്. പറഞ്ഞ് വിചാരിക്കരുത്. നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു കറക്റ്റ് പരിപാടി നമ്മളിതിൽ നടന്നില്ല. കാരണം നമ്മൾ ഒന്നാമത് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ പാടായിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചത് പൊന്നൂസിനെ രാത്രി ഇതുപോലെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാന്നുള്ളൊരു പ്ലാനാണ് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തറിയോ, നമ്മളങ്ങനെ എപ്പോഴും അതായത് രാത്രി എപ്പോഴും പുറത്ത് പോവാത്തതുകൊണ്ട് ഓളിനെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് അതെന്തായാലും അത് മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ആ പ്ലേ മാറ്റി പിടിച്ചത്. പിന്നെ വിചാരിച്ചു മറ്റേ മെഴുകുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാതെ വെച്ചു. പക്ഷെ മെഴുകുതിരി വാങ്ങാനവിടെ മറന്നുപോയി, അതുണ്ടായത്. പിന്നെ കേക്ക് നമ്മൾ 11:45 നമ്മൾ കടയിൽ നിന്ന് സത്യം എടുത്തു. കാരണം ഇനി പുറത്ത് നമ്മൾ അതിന് മുന്നേ കൊടുന്ന് വെച്ചാൽ തണുക്കും വെള്ളം എന്താവൊക്കെ വിചാരിച്ചിട്ട് 11:45 എടുത്തിട്ടാണ് ഇതാക്കിയത്. അതിൻ്റെ ഇടയിൽ ഈ ഷാക്കിർ നായകനും പട സാധനം കറക്റ്റ് പൊട്ടിക്കും ചെയ്തില്ല. എന്തായാലും ഒരു ചെറിയൊരു ഇത് അത്രേ ഉള്ളൂ. എന്തായാലും ഒരു ചെറിയ ബർത്ത്ഡേ പരിപാടി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. എന്തായാലും നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം. തെറ്റാ ഗൈസ്. നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴയാണ്. നല്ല മഴ കാരണം നല്ല മഴയാണ്, പിടുത്തമിട്ട മഴയാണ്. ബാക്കിൽ കാണാണ്ടെങ്കിൽ കണ്ടോ? ഓക്കെ, തെറ്റാ ഗൈസ്.